എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞൻ വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. മുടിയെന്ന് പറയുന്നത് ഒരാളുടെ ഒരു മാനസികമായിട്ടുള്ളൊരു സന്തോഷത്തിൻ്റെ ഒരു അടയാളം തന്നെയാണ് കേട്ടോ. മുടി ഒരുപാട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടമാണ്. മുടി പെട്ടെന്ന് നരച്ചാലും ഒരുപാട് പ്രായമാകുന്നതിന് മുമ്പ് അതൊക്കെ നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവലിനെ വല്ലാണ്ട് ബാധിക്കുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഒരു നല്ല പരിഹാരമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നരച്ച മുടി ഓർത്ത് ഇനി ആരും വിഷമിക്കേണ്ട, നമുക്ക് കറുപ്പിച്ചെടുക്കാൻ പറ്റും. കെമിക്കൽ ചേരാണ്ട് നമുക്ക് സമയങ്ങളൊന്നും ചിലവാക്കാണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇതുപോലെ സ്പ്രേ സ്ഥിരമായിട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ നര മാറും. എൻ്റെ മുടി ഈ തലയുടെ രണ്ട് സൈഡിലായിട്ട് നരച്ചതായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ ഒത്തിരി മാറ്റമുണ്ട്. സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്കറിയാം. അതുപോലെ തന്നെ ഡൈ ചെയ്ത് കുറേ നേരം കഴിഞ്ഞിട്ട് അത് കഴുകണം. അതിനുള്ള പ്രിപ്പറേഷനൊക്കെ ഒത്തിരി പാടാണ് അല്ലേ. ഇപ്പോൾ പാക്കറ്റായിട്ടുള്ള ഡൈകൾ വാങ്ങിക്കുകയാണെങ്കിൽ കെമിക്കൽ അടങ്ങിയിട്ടുള്ളതാണ്. അതിൻ്റെ സൈഡ് എഫക്റ്റ് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. അങ്ങനെയൊന്നും വരാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അത് ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ പാത്രമാണെങ്കിൽ അത്രയും നല്ലത്. ഇപ്പം ഞാൻ ഒരു സ്റ്റീലിൻ്റെ ചീനിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇരുമ്പിൻ്റെ ഇതുപോലുള്ള ചീനിച്ചട്ടി പോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. ഇരുമ്പിൽ ഒത്തിരി ഗുണങ്ങളുണ്ട് മുടി കറുപ്പിക്കാനും വേണ്ടി. അതായത് നമ്മൾ എടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മൈലാഞ്ചി ഇല ഉണങ്ങിയതോ അല്ലെങ്കിൽ പച്ചയായിട്ടുള്ളതോ പൊടി ചേർക്കുക. നമ്മൾക്ക് വിശ്വാസപ്പൊടികളാണെങ്കിൽ അതിൽ കെമിക്കലൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. പച്ച ഇലയാണെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ഉണങ്ങിയ ഈ മൈലാഞ്ചിയുടെ ഇല ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കാപ്പിപ്പൊടിയാണ് ഒരു സ്പൂൺ ഇട്ടേക്കുന്നത്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ എടുക്കാം അല്ലെങ്കിൽ കുറയ്ക്കാം. അതിനോടൊപ്പം പിന്നെ തേയിലപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. പിന്നെ ചകിരിയാണ് കേട്ടോ. തെങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ ചകിരിയാണ് എടുക്കുക. ഇത് വെച്ചിട്ട് നമ്മൾ കരി തയ്യാറാക്കിയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഡൈ ഒക്കെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത്രയേറെ ഗുണമുള്ള കാര്യങ്ങളാണ് നമ്മൾ എടുക്കുന്നത്, ഓരോ ചേരുവകളും കേട്ടോ. പലരും കമൻറ്റിൽ ചോദിക്കാറുണ്ട് മൈലാഞ്ചി ചേർത്ത് മുടി ചെമ്പിക്കൽ. ഇല്ല, മുടി നന്നായിട്ട് വളരാനും മുടി കറക്കാനും നല്ലതാണ്. മുടിക്ക് എല്ലാത്തിനും കൊണ്ടും നല്ലതാണ് മൈലാഞ്ചി. നമ്മൾ എടുക്കുന്ന ഓരോ ചേരുവകളും. ഇതിപ്പോൾ എടുത്തിരിക്കുന്നത് വെച്ചാൽ കേശവർദ്ധിനിയുടെ ഇലയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സുലഭമായിട്ട് റോഡ് വക്കിലൊക്കെ കാണുന്നൊരു ചെടിയാണ് കേശവർദ്ധിനി അല്ലെങ്കിൽ കേശകാന്തി. ആ ഒരു പേര് തന്നെ ഉണ്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. താരം മാറിയാൽ തന്നെ മുടി നല്ല സമൃദ്ധമായിട്ട് വളരും. അതുപോലെ തന്നെ താരം ചൊറിച്ചിലും മുടി നല്ല പോലെ വളരാനും മുടി കറക്കാനും നല്ലതാണ് കേട്ടോ. കേശവർദ്ധിനി കൊണ്ട് നമുക്ക് പാക്കുകൾ തയ്യാറാക്കാം. അതുപോലെ തന്നെ എണ്ണ കാച്ചാൻ പറ്റും. അതൊക്കെ നമുക്ക് ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കരിഞ്ചീരകം, ഉലുവ ഒട്ടും മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാറ്റി നിർത്താൻ പറ്റുന്ന കാര്യമല്ല. നരച്ചവർക്ക് മാത്രമല്ല, മുടി വളരണം എന്നാഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഇതൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരു 30-ന് ശേഷം, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു 25-ന് ശേഷമേ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ മുടി കെട്ടിവെക്കാൻ പോലും കാണാത്തൊരവസ്ഥയാണ്. പ്രത്യേകിച്ച് ഹോർമോണൽ ചേഞ്ചസ്, PCOD, തൈറോയിഡ്, ഷുഗർ, അങ്ങനെ ജീവിതശൈലി രോഗങ്ങൾ, പിന്നെ അമിതമായിട്ടുള്ള ടെൻഷൻ, ഉറക്കമില്ലായ്മ, അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങളാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം പോലും പ്രശ്നമാണ് മുടി നരയ്ക്കാനും മുടി പൊഴിയാനും താരനും ഒക്കെ. അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം 1 കപ്പാണെങ്കിൽ 1/2 കപ്പാക്കി എടുക്കുക, 2 കപ്പാണെങ്കിൽ 1 കപ്പാക്കി എടുക്കുക. നല്ല പോലെ തിളപ്പിച്ച് വറ്റിയെടുക്കണം. പിന്നെ ഇതിലൊരു പ്രധാന ചേരുവ കൂടി ഉണ്ട് നമ്മൾ ചേർക്കാനും വേണ്ടി, നെല്ലിക്ക കേട്ടോ. പച്ചനെല്ലിക്കയാണ് അല്ലെങ്കിൽ ഉണക്കനെല്ലിക്ക ചേർത്ത് കൊടുക്കാം. പൊടികൾ നമ്മൾ വാങ്ങിക്കുമ്പം അത്രയും വിശ്വാസത്തോട് കൂടിയിട്ടുള്ള പൊടികൾ മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇതിലെല്ലാം നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ അല്ലെങ്കിൽ നമ്മുടെ കഴുകി വൃത്തിയാക്കി ചേർക്കുന്നതാണ് കേട്ടോ. നെല്ലിക്ക ഒരു ദിവസം ഒരെണ്ണം വെച്ച് കഴിച്ചാലും മുടിയിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നരമാറാനും മുടി സമൃദ്ധമായിട്ട് വളരാനും ഏറ്റവും നല്ലതാണ് കേട്ടോ. പക്ഷേ എല്ലാവരും കുറച്ച് മടിയാണ്. നമ്മൾ ഒരുപാട് വെറൈറ്റി രീതിയിലുള്ള നെല്ലിക്ക ജ്യൂസുകൾ, പാക്കുകളൊക്കെ നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മുടിക്ക് വേണ്ടി നമ്മളൊരു പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നോക്കിയാൽ അറിയാം ഒരുപാട് രീതിയിലുള്ള ഡൈ ആണെങ്കിലും പാക്കുകളാണെങ്കിലും ഒക്കെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു നെല്ലിക്ക, അത്യാവശ്യം വലിയ നെല്ലിക്കയാണ്, അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നല്ലതുപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. ഇതിൽ ചേർത്തിരിക്കുന്ന ഓരോ ചേരുവകളുടെ ഗുണങ്ങളിലോട്ടൊന്നും പോകുന്നില്ല. ഇത് എത്രത്തോളം ഫലവത്താണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇപ്പോൾ എണ്ണ തേക്കുന്നത് ചിലർക്കൊന്നും ഇഷ്ടമല്ല, മുടിയിൽ ഡൈ ചേർക്കുന്നത് തേക്കുന്നത് ഇഷ്ടമല്ല, അത് ഒരുപാട് സമയം തലയിൽ വെച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അതിനുള്ള പ്രിപ്പറേഷനൊക്കെ കുറച്ച് പാടാണ് എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് ഉപകാരപ്രദമാണ്. ഇത് നല്ലപോലെ തിളപ്പിച്ച് വറ്റട്ടെ. ഇപ്പോൾ കേശവർദ്ധിനി വീട്ടിലില്ല, ഒരു കുഞ്ഞു മൂട് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എല്ലാ നേഴ്സറികളിലും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ കേശവർദ്ധിനി അല്ലെങ്കിൽ കേശകാന്തി. ഒരു ചെറിയൊരു വയലറ്റ്
വയലറ്റ് കളർ പൂവൊക്കെയാണ്. നല്ലൊരു ചെറിയൊരു മാങ്ങയുടെയൊക്കെ ഒരു മണം വരുന്നതാണ് ഇതിൻ്റെ ഇല കേട്ടോ. ഇതിപ്പോൾ കുറച്ചേറെ കിട്ടിയ സമയത്ത് ഞാനിത് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കുകയാണ് ചേട്ടോ. നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ. അത് നല്ല പോലെ തിളപ്പിച്ച് വറ്റിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് വറ്റിച്ച് പോകരുത്. നമുക്കിത് 2 കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാനായിട്ടോ. പെട്ടെന്നൊരു ഡൈയും അതിനോടൊപ്പം തന്നെ നമ്മൾ തലയിൽ തേക്കുന്ന ഒരു സ്പ്രേയുമാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല പോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. അരിച്ചിട്ട് മാക്സിമം ആ ഇലയും കാര്യങ്ങളൊക്കെ കൈകൊണ്ട് ചൂടാറിയതിന് ശേഷം പിഴിഞ്ഞ് എടുക്കേണ്ടതാണ് കേട്ടോ. അത്രയേറെ ഗുണങ്ങളാണ്. പറ്റുമെങ്കിൽ അരച്ചിട്ടെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇപ്പം ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട്. ഇതിലൊരു തുള്ളി നമ്മുടെ തലയിൽ തേച്ചാലും അത്രയേറെ ഗുണങ്ങളാണ് കേട്ടോ. അന്നേരം ഇതിനെ നമുക്കൊരു സ്പ്രേ ബോട്ടിലിനകത്തോട്ട് മാറ്റാം. നമ്മളല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ പഞ്ഞിക്കകത്തോട്ട് മുക്കിയിട്ട് തലയോട്ടിയിൽ നല്ല പോലെ തേച്ച് കൊടുക്കണം. നമ്മളെപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മൾ മുടിയിൽ തേക്കുമ്പം എണ്ണയാണെങ്കിലും പായ്ക്കുകളാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ തലയോട്ടിയിൽ നല്ല പോലെ മസാജ് ചെയ്യണം. വെറുതെ നമ്മൾ മസാജ് ചെയ്താലും ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് വർദ്ധിക്കുകയും ആ ഒരു രക്തഓട്ടം കാരണം മുടി നല്ല പോലെ വളരാൻ നല്ലതാണ് കേട്ടോ. നമ്മുടെ ഹെയർ മസാജ് എന്ന് പറയുന്നത് അത്രയേറെ ഗുണകരമാണ്. നമുക്കിപ്പം സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇപ്പോൾ എണ്ണ തേക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് തലയോട്ടിയിൽ നല്ല പോലെ മസാജ് ചെയ്ത് നോക്കിയായിട്ട് ഒരാഴ്ചയിൽ 2-3 തവണ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും എല്ലാവർക്കും. എന്നിട്ട് സ്പ്രേ ബോട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാനൊരു ഇരുമ്പിൻ്റെ ദോശത്തവയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നല്ല തൈര്, അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാപ്പിപ്പൊടിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് നല്ല റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഡൈ ആണ് തയ്യാറാക്കുന്നത്. നമ്മൾ സാധാരണ ഡൈ തയ്യാറാക്കുമ്പോൾ ഒരു രാത്രി മുഴുവനും ഇരുമ്പിൻ്റെ പാത്രത്തിൽ വെച്ചിട്ടൊക്കെയല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ കാപ്പിപ്പൊടി ചേർക്കുന്നുണ്ട്. അതിനോടൊപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വറ്റിച്ചെടുത്ത ആ വെള്ളമില്ലേ, നീലാമ്പരിയും മൈലാഞ്ചിയും തേയിലയും കാപ്പിപ്പൊടിയും നമ്മുടെ തെങ്ങിൻ്റെ ചകിരിയൊക്കെ വെച്ചിട്ട്, എന്നിട്ട് ആ ഒരു 2 സ്പൂൺ നീര് ഇതിലോട്ട് ഒഴിച്ചിട്ട് നല്ല പോലെ മിക്സ് ചെയ്യാണ്. ഇനി ഇതിലേക്കാണ് നമ്മൾ കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കാപ്പിപ്പൊടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ പല വീഡിയോകളിലും വൈറലായിട്ടുള്ളതാണ്. കാപ്പിപ്പൊടിയും തൈരും ചേർന്നിട്ടുള്ള ഹെയർ ഡൈ നല്ല വർക്കാവുന്നൊരു കാര്യമാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ ഒരു സ്പെഷ്യലായിട്ടുള്ള ഈ 2 സ്പൂൺ നീരും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ചെയ്യുമ്പം നല്ല റിസൾട്ട് കിട്ടുന്നൊരു കാര്യമാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് മാത്രം കാപ്പിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ല പോലെ മിക്സ് ചെയ്യുക. പ്രത്യേകിച്ച് ഇരുമ്പിൻ്റെ പാത്രത്തിൽ മാത്രം ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒരു രാത്രി മൊത്തം ഒന്നും ഇരിക്കുന്നില്ല കേട്ടോ. ഒരു 2-3 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 4 മണിക്കൂർ വെച്ചാൽ മതി. അന്നേരം തന്നെ ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല ഡാർക്ക്, വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട പോലെ ഡാർക്ക് കറുപ്പിലോട്ട് വരും. അന്നേരം നല്ല റിസൾട്ട് കിട്ടുന്നു. ഇപ്പോൾ 1 സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ 2 സ്പൂണ് തൈര് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളം ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു സ്പൂണിൽ താഴെ വരുന്ന കാപ്പിപ്പൊടിയാണ് ചേർക്കുന്നത്. ഒരു 4 മണിക്കൂർ അങ്ങനെ ഇരിക്കട്ടെ. ഇതിപ്പം എൻ്റെ തലയോട്ട് ഉൾപ്പെടെ കാണുന്ന ഒരു രീതിയാണ്. ഇപ്പം നമ്മളത് സ്ഥിരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം മുടിയുള്ള ഒരാളായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, മിക്ക വീഡിയോയിലും പറയുന്നതാണ്. ഒരു 7-8 വർഷം കൊണ്ട് തന്നെ എനിക്ക് PCOD പ്രശ്നമുള്ള ഒരാളാണ് കേട്ടോ. ഡയറ്റിൽ നമ്മൾ ഷുഗർ കട്ടാണ്, ആഹാരത്തിലൊക്കെ നിയന്ത്രണങ്ങളുണ്ട്. മുടി ഭയങ്കരമായിട്ട് പൊഴിയുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ ആ ഒരു മുടിയെ ഈ ഒരു രീതിയിൽ കുറേ വർഷങ്ങളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡൈ ആണെങ്കിലും പാക്കുകളൊക്കെയാണ്. മുടിയുടെ 2 സൈഡും അങ്ങങ്ങാട്ട് നരച്ചിട്ടും ഉള്ളതാണ്. ഇപ്പോൾ ആ നരയൊന്നും ഇല്ല കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. അതിങ്ങനെ തലയോട്ടിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ എളുപ്പമാണ് കേട്ടോ. സ്പ്രേ ബോട്ടിൽ അല്ലെങ്കിൽ ചീപ്പ് പോലുള്ള ബോട്ടിൽസ് കാണുമല്ലോ, അതിലോട്ട് വെക്കുക. അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് നമ്മൾ തേച്ച് കുടിപ്പിച്ചിട്ട് നമ്മുടെ തലമുടി തേച്ചിട്ട് നല്ലപോലെ മസാജ് ചെയ്യണം. നമ്മുടെ ഡൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഡാർക്ക് കറുപ്പാണ്, നോർമൽ തലമുടിയുടെ കറുപ്പാണ് വരുന്നത്. ഇത് നമ്മൾ കുളിക്കുന്നതിന് 1 മണിക്കൂർ 1 മണിക്കൂർ മുന്നേ തലയോട്ടിലും മുടി നരച്ച ഭാഗത്തും എല്ലായിടത്തും തേച്ചിട്ട് നോർമൽ വാട്ടറിൽ കഴുകി കളഞ്ഞാൽ മതി. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്.